ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ കിടന്ന ആളുകളൊന്നും ഇല്ല. അസുഖം വന്നൊരാൾ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിന് കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടും. ഇത്രയും കാലം ജീവിച്ച നാടല്ലേ, ജനിച്ചു. ചിന്തിക്കാവുന്ന കാര്യങ്ങളൊന്നും അല്ല നടന്നത്, ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. ഇപ്പം ഈ ആൾക്കാർ നടക്കുന്നൊന്നും നോക്കണ്ട, ഞാനടക്കം. ഈ ഒരു ഷോക്കൊക്കെ മാറിക്കഴിയുമ്പോൾ വരാൻ പോകുന്ന തകർച്ചയാണ്. അതൊന്നും ഒരാളെക്കൊന്നും തടുക്കാൻ പറ്റൂല. ഇത് വന്ന പോലെ തന്നെ ആയിരിക്കും അതിനി വരാൻ പോകുന്നത്. Just going with the flow. അറിയാത്ത ഒരു കാര്യം വന്നു കഴിയുമ്പോൾ പിന്നെ we just go with the flow. ഈ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ ഒറ്റപ്പെടുക എന്നുള്ളത്. ഒറ്റപ്പെട്ടു പോവുക, തനിച്ചായി പോവുക, ഐ ഡോണ്ട് ഹാവ് എനി വൺ എന്ന് തോന്നുന്ന ഒരു ഡീപ്പ് wounded പെയിൻ, എനിക്ക് ആരുമില്ല എന്നുള്ളത്. That's the most difficult pain. They just need just a touch, maybe just a hug. ഒരു മഹാദുരന്തത്തെ നേരിട്ടിരിക്കുകയാണ് നമ്മുടെ നാട്. വയനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും ഇന്നില്ല. അവർക്ക് വേണ്ടി ഭക്ഷണമായും അല്ലെങ്കിൽ വസ്ത്രങ്ങളായെല്ലാം ഒത്തിരി സഹായം അവിടേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ആ മനുഷ്യരുടെ മാനസിക തകർച്ചയെ പരിഹരിക്കാൻ ഇതൊന്നും കൊണ്ട് മതിയാവണമെന്നില്ല. അവരുടെ മനസ്സറിഞ്ഞ് അവരോട് എങ്ങനെ പെരുമാറണം, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷം മനുഷ്യർക്കുണ്ടാവുന്ന മാനസിക ആഘാതം അതെത്രത്തോളമായിരിക്കും, ഇതേക്കുറിച്ചെല്ലാം സംസാരിക്കാൻ എന്നോടൊപ്പം ചേരുന്നത് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഫൗണ്ടർ അറ്റ് സോൾഫോർജ്, റോസ്മേരി ആൻ്റണിയാണ്. സ്വാഗതം. റോസ്മേരി, നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ പലപ്പോഴും അത് ഒരാളുടെ പേഴ്സണൽ ലൈഫിനോട് അല്ലെങ്കിൽ ഒരു വർക്ക് ലൈഫിനോട് ഇതെല്ലാം ബന്ധപ്പെട്ടാണ് പൊതുവേ നമ്മുടെ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ളത്. അതല്ലാതെ ഒരു പ്രകൃതി ദുരന്തം, ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിന് ശേഷം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഡിസാസ്റ്റർ ട്രോമ എന്നുള്ളൊരു പദമുണ്ടല്ലോ, അതെങ്ങനെയാണ് സത്യത്തിൽ അങ്ങനെ ഒരു ഡിസാസ്റ്റർ ട്രോമ ആളുകൾ ഉണ്ടാവുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ പല രീതിയിൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, അപ്പോൾ APA, അപ്പോൾ അവർ ഒരു ദേ ഹാവ് പബ്ലിഷ്ഡ് എ പേപ്പർ. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ആൻഡ് സർവൈവൽ ഗിൽറ്റ് ആഫ്റ്റർ ഫോളോയിങ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ആ പേപ്പറിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിച്ച് വരുന്ന അല്ലെങ്കിൽ അതിജീവിച്ച വ്യക്തികളിൽ ഉണ്ടായ ഇത്രയും ആഘാതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ, ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ പോയി വരുന്ന ആളുകൾ നേരിടുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് ആ പേപ്പറിൽ പറയുന്നത്. മെയിനായിട്ട് അവരെടുത്ത് പറയുന്ന സർവൈവൽ ഗിൽട്ട് എന്നുള്ളതാണ്. സർവൈവൽ ഗിൽട്ട് ഇസ് നത്തിങ് ബട്ട് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചു, അവർ മാത്രം രക്ഷപ്പെട്ടു, ഇത്രയും ഒരു ആഘാതമായിട്ടുള്ള ഒരു വിനാശത്തിലൂടെ കടന്നുപോയി, അവർ രക്ഷപ്പെട്ടു, പക്ഷേ ദേ ക്യാരി വല്ലാത്തൊരു കുറ്റബോധം. ഓക്കെ, ദേ ക്യാരി ദെയർ ഇൻസൈഡ് ദെയർ മൈൻഡ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും, നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മുടെ നെയ്ബേഴ്സ് ആയിക്കോട്ടെ, നമ്മൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരും മരിച്ചു പോയി കഴിയുമ്പോൾ വൈ ആം ഐ എക്സിസ്റ്റിംഗ്? ഓക്കെ, എന്തിനാ എനിക്ക് ഇനിയൊരു പർപ്പസ് ഉണ്ട്? ഡു ഐ ഡിസേർവ് ദിസ്? ദേ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് ദംസെൽവ്സ്. അപ്പോൾ ഇത്തരം ഒരു ഭീകരമായിട്ടുള്ളൊരു കുറ്റബോധത്തിലൂടെ കടന്നു പോകുന്ന ഒരു മാനസിക അവസ്ഥയാണ് നമ്മൾ സർവൈവൽ ഗിൽട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേപ്പർ പറയുന്നത്, ഒന്ന്, യെസ്, ആളുകൾ ഈ സർവൈവൽ ഗിൽറ്റിലൂടെ പോകാം. ദെൻ ദേ ഹാവ് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം, അതർ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ആൻസൈറ്റി, ഡിപ്രഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി അവൻ്റെ ട്രോമ എന്ന് പറയുന്നത് വർക്ക് ലൈഫ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, അവൻ്റെ എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അവൻ്റെ നിലനിൽപ്പിനെ ഏതൊരു രീതിയിലും അവനെ എഫക്റ്റ് ചെയ്യുമ്പോൾ യെസ് ഇറ്റ്സ് എഫക്ട്സ് ദം. പ്രധാനമായിട്ട് ഇപ്പോൾ ഇങ്ങനെയൊരു ഇത് ഉണ്ടാവും മാത്രമല്ല
ഇത്രയും ജീവഹാനി ഉണ്ടായിട്ടുള്ളതും ഈ ഒരു ഇൻസിഡന്റിലാണ്. തീർച്ചയായിട്ടും 400-ലധികം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കണക്കല്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഓരോ വ്യക്തികളും ഇത്തരം ഈ മരണം ഇത്തരം കാര്യങ്ങളിലൂടെ പോകുമ്പോൾ ജീവിച്ചവരുണ്ടല്ലോ, അപ്പം അവര് സാധാരണ ഒരു ഗ്രീഫിലൂടെ അല്ല, ഒരു വ്യക്തി നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ ആ വ്യക്തി നമ്മുടെ ജീവിതത്തിലില്ല, ഫിസിക്കലിയോ മെന്റലി ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ദെയർ എനി മോർ. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യാൻ നമ്മൾക്ക് ചിലർക്ക് 1 മാസം എടുക്കും, ചിലർക്ക് 2 മാസം എടുക്കും, ചിലർക്ക് ഒരാഴ്ച എടുക്കും, ചിലർക്ക് 1 വർഷങ്ങളും കുറേ വർഷങ്ങൾ എടുക്കുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവര് ഒരുപാട് ബന്ധുക്കള് മരിച്ചു പോകുന്നു, വീടേ ഇല്ല, അവരുടെ എക്സിസ്റ്റൻസേ ഇല്ല, ആരുമില്ല, അവർക്ക് കണക്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരു വ്യക്തികളും ഉണ്ടാവില്ല. അപ്പൊ അവർ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അമേരിക്കൻ സൈക്യാട്രിസ്റ്റ് എലിസബത്ത് കുബ്ലർ-റോസ് പറഞ്ഞിട്ടുള്ള ഒരു 5 സ്റ്റേജസ് ഉണ്ട്. അതിൽ അവർ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിനയൽ എന്നുള്ളതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആളുകൾ ഒബ്വിയസ്ലി പ്രകൃതി ദുരന്തമൊക്കെ ആകുമ്പോൾ അത് നമുക്ക് വിസിബിൾ ആണ്, നമ്മൾ അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെത്ര ഡിനൈ ചെയ്യാൻ നോക്കിയാലും സിറ്റുവേഷൻസ് ഫോഴ്സ് ദം ടു ആക്ട്. ദ നെക്സ്റ്റ് ഇസ് ആങ്കർ ആണ്. കുറേ കഴിയുമ്പോൾ ആ ഒരു ഡിനയൽ സ്റ്റേജ് മാറിക്കഴിയുമ്പോൾ ദേ ഫീൽ ലൈക്ക് ഭയങ്കര ദേഷ്യം, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, വൈ ഇറ്റ് ഇസ് ഹാപ്പൻ ടു മീ. ദെൻ ദേ ഗോ ടു ബാർഗെയിനിങ് സ്റ്റേജ് വേർ അവർ ഇത് ഒഴിവാക്കാൻ, ഒരു മനുഷ്യൻ അവൻ്റെ ഏറ്റവും കൂടുതൽ അവൻ്റെ ഉള്ളിൽ അവൻ്റെ പരാജയങ്ങളും അവൻ്റെ വേദനകളും അവനെ മറികടക്കാനായിട്ട് നമ്മൾ തന്നെ വിലപേശി തുടങ്ങും, എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ദെൻ ദേ ഗെറ്റ് ഇൻ ടു ഡിപ്രഷൻ. ദാറ്റ് സ്റ്റേജസ് ദേ ഫീൽ ലൈക്ക് ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ്, ഇനി ഇല്ല, യെസ് ദേ ആർ നോട്ട് എക്സിസ്റ്റിംഗ്. ദെൻ വെരി സ്ലോലി ദേ മൂവ് ഇൻ ടു അക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക്. എല്ലാവരും ഈ 4 സ്റ്റേജിലൂടെ പോകുന്നതും ഈ അക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവർ സന്തോഷത്തോടുകൂടി അക്സെപ്റ്റ് ചെയ്യുന്നതല്ല, ബട്ട് ദ ഫോഴ്സ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, ആ ഒരു റിയാലിറ്റിയെ അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ചില പറയാറില്ലേ, നമ്മൾ ആ വേദനയെ സറണ്ടർ ചെയ്യും. സറണ്ടർ ടു ദറ്റ് പെയിൻ, ഇറ്റ് ഹാപ്പൻ ടു മീ എന്നുള്ളത്. ഇൻഡിവിജ്വൽസ് ലേൺ ടു ഡീൽ വിത്ത് ദെയർ ലോസ്. ഇനി 2 ദിവസം കൂടിയുള്ള ക്യാമ്പിൽ നിന്ന് വരാൻ. ക്യാമ്പിൽ നിന്ന് വന്നാൽ എവിടെ പോകും, ജോലിയില്ല, ഒന്നുമില്ല, 1 രൂപ പോലും എടുക്കാനില്ല, അന്നന്ന് കിട്ടി കഴിയുന്ന ഒരാളാണ്. ഇനി മക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒന്നും അറിയുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അടുത്ത അയൽവാസികളൊക്കെ കുറേ മരണപ്പെട്ടു പോയി. മക്കളെ അറിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വിടൂലായിരുന്നു. മക്കളറിയാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. വൈഫ് അവിടെ ഉണ്ട്. ഇപ്പോൾ റോസ്മേരി പറഞ്ഞല്ലോ 5 സ്റ്റേജ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അവരത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് അല്ലേ, ഇത് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്ന് ആക്ട് ചെയ്യാൻ മേ ബി അങ്ങനെ പറയാം. പക്ഷെ ആ മനുഷ്യർ പലരുടെയും മുഖത്ത് കണ്ട നമുക്ക് മനസ്സിലാവില്ല ഇവർ ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർ തന്നെയാണോ എന്ന്. കാരണം അവർക്ക് അവരുടെ ഫിസിക്കലായിട്ടുള്ള ഇഞ്ചുറി മേ ബി അവർക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവർ മെൻ്റൽ ഇഞ്ചുറി ഹൈഡ് ചെയ്ത് വെക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം മേ ബി ഈ പറയുന്ന പോലെ. അത് ശ്രുതി പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ ഐ നോട്ടിസ്ഡ് പലപ്പോഴും മീഡിയസിൽ വന്നിട്ട് ആളുകൾ വന്ന് എൻ്റെ ഇന്ന ആൾ ഒഴുകി പോകുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഇത്ര സാധനങ്ങൾ പോയി, ഇന്ന ആൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത്. ആളുകൾ ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഒരു ഫ്ലൈറ്റ് ഫൈറ്റ് റെസ്പോൺസിൽ ആളുകൾ പെട്ടെന്ന് പാനിക് ആകും. നമുക്ക് they become numb. ഓക്കെ, നമ്മുടെ ഒരു ലവ്ഡ് വൺസ് ആണ് പോയതെന്ന് അവർ പറയുമ്പോൾ, ഇപ്പോൾ പറഞ്ഞില്ലേ മീഡിയസിലൊക്കെ വന്നിട്ട് ഒരു വികാരവും ഇല്ലാതെ കുട്ടികൾ പോലും അവർ ദേ ആർ നോട്ട് എക്സ്പ്രസിങ് ദെയർ ഇമോഷൻസ്, ദേ ജസ്റ്റ് കമ്മിങ് ആൻഡ് സെയിങ് ദാറ്റ് ഐ ലോസ് ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ് എന്നുള്ളത് ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം ദേ ആർ നംബ്. ഓക്കെ, അവർ ഫ്രോസൺ ആണ്, അവർ അത്രയും മരവിച്ചിരിക്കുകയാണ്. ദേ ഹാവ് നോട്ട് പ്രോസസ് ദെയർ ഇമോഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഇമോഷൻസ് പുറത്തേക്ക് വരാനെടുക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ഈ ഇമോഷൻസ് മേ ബി അവരുടെ ഇപ്പം തന്നെ ഏറ്റിരിക്കുന്ന ആ ഒരു ട്രോമയുടെ ഭാഗമായിട്ടായിരിക്കാം അല്ലേ. അപ്പോൾ ഇത് എത്ര നാളെടുക്കും? ചിലവർക്ക് ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷേ ഇതെങ്ങനെയാണ്, എത്ര നാളത്തേക്ക് എടുക്കും ഇവരുടെയൊക്കെ ട്രോമ അവർ എക്സിബിറ്റ് ചെയ്യാൻ എന്ന് ശ്രുതി ചോദിച്ചില്ലേ. വി ഡോണ്ട് നോ ആക്ച്വലി.
ഓക്കെ, അതിനൊരു എംപിരിക്കൽ എവിഡൻസ് ഒന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഇമാജിൻ, ആ സമയത്ത് ആ സ്ഥലത്തുണ്ടായ ഒരു പ്രഗ്നൻറ്റ് വുമൻ, ഓക്കെ, പ്രസക്തത്തിൽ അവർ ട്രോമ അവരെ മാത്രമേ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. ബട്ട് സ്ട്രെസ് ക്യാൻ എഫക്ട് ദ ഫീറ്റസ്. റിസർച്ച് സ്റ്റഡി സീസ് ദാറ്റ് സ്ട്രെസ് ക്യാൻ എഫക്ട് ദ ഫീറ്റസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ശബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ആ പ്രഗ്നൻറ്റ് ലേഡി കൊണ്ടുപോയി ആ ഒരു ബുദ്ധിമുട്ടുകൾ ആ ഫീറ്റസിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഇവന് വയനാട്ടിലുണ്ടായ ആ ഒരു ഇഷ്യൂ അവനത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും അവൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾ അത് അത്രയും നോട്ടീസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ദേ ക്യാരി ദാറ്റ്, യുനോ, മേ ബി ആ കുട്ടിക്ക് അത് എക്സിബിറ്റ് ചെയ്യുക നൈറ്റ് മെയർസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഫ്ലാഷ് ബാക്ക് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിഗ്രസീവ് ബിഹേവിയർ ആയിട്ടായിരിക്കാം. അത് പല രീതിയിലായിരിക്കും നമ്മൾ തിരിച്ചു കൊണ്ടുവരിക, മനസ്സിലാക്കുക, നമുക്കറിയില്ല. പിന്നെ ഇപ്പോൾ യു ടേക്ക് 0 to 5 ഒരു ഇൻഫൻറ്റ് ആൻഡ് ടോൾഡേഴ്സ്, ടോൾഡറൊക്കെ അത്തരം ആ കുട്ടികളൊക്കെ അവരുടെ ഈ സിറ്റുവേഷൻസ്, ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സർവൈവേഴ്സ് ആണ് എങ്കിൽ അവർ ഇതിനെ റിയാക്ട് ചെയ്യുന്നത്, ഇതിനോട് പറയുന്നതും പൊരുത്തപ്പെടുന്നതും ഒക്കെ ഡിഫറെൻറ്റ് രീതിയിലാണ്. അവർ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളെപ്പോലെ പാനിക്കായിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അവർ ഓടിക്കളിക്കുകയാണ്. അപ്പോൾ അവരത് ലിറ്ററലി അത് പ്രോസസ്സൊന്നും ചെയ്യുന്നില്ല. ബട്ട് ഗ്രാജുവലി ഈ 2 വയസ്സുകാരനും 3 വയസ്സുകാരൻ്റെ ഒപ്പം തന്നെ ഈ ട്രോമ വളരുകയാണ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രോസസ്സിങ് പ്രോപ്പർലി, റൈറ്റ്, അതിനും അത്രയും പ്രായമുണ്ടാവും, വർഷങ്ങൾക്ക് ശേഷം ഇത് ക്യാരി ചെയ്യാം. അത് ചിലപ്പോൾ അതൊരു ആൻസൈറ്റി ഇഷ്യൂസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ അവർക്കൊരു അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ആയിട്ട് വരാം, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടാവാം. കാരണം അവർക്ക് ആ ഒരു പേടി കാരണം അവരുടെ പാരൻസിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് കുറച്ചും കൂടി എന്താ പറയുക, ഓവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് പോവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക അസുഖങ്ങളാകാം. അതിനുശേഷം കുറച്ചിപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു 5 വയസ്സോ അല്ലെങ്കിൽ ഒരു 6 വയസ്സ് മുതൽ അവർക്ക് കുറച്ചും കൂടി അറിയാം, അല്ലെങ്കിൽ ഒരു 10 വയസ്സോ 11 വയസ്സോ 12 വയസ്സുകാരനോ ഇത് എഫക്റ്റ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. അവനവൻ്റെ വീട്ടുകാരെയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ കുട്ടികൾക്ക് ഡെത്ത് പ്രോസസ്സ് ചെയ്യാൻ അവരത് കേട്ടിട്ടുണ്ടെങ്കിലും, അറിവുണ്ടെങ്കിലും they have not experienced it. They don't know actually how to go about. ഒരു 16-17 ഒരു സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറി പ്രകാരം ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ് ആ ഒരു സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ നമ്മുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അവരുടെ സ്വപ്നങ്ങളും അവരുടെ വീടും അവരുടെ ഫ്യൂച്ചറും അവരുടെ കോളേജും എല്ലാം നഷ്ടപ്പെട്ട ഒരു സമയമാണ് അത്. They have shaken. They don't know what it is. They don't know where to go, how to do, what to do. They're stuck. അപ്പോൾ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ദേ ക്യാൻ ഡെവലപ്പ്, സ്റ്റഡീസ് ഷോസ് ദാറ്റ് ആ ഒരു ഏജിൽ 16 ഇയേഴ്സ് കഴിയുമ്പോൾ PTSD ഡെവലപ്പ് ചെയ്യാം എന്ന് റിസർച്ച് സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് നൈറ്റ് മെയ്സ് ഉണ്ടാകും, ഫ്ലാഷ് ബാക്സ് ഉണ്ടാകും, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഒരു നേപ്പാളിലുണ്ടായിരുന്ന ഒരു എർത്ത് ക്വേക്കിനെ കുറിച്ചിട്ടുള്ളൊരു ജേർണൽ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നത് അവിടുത്തെ 50 കഴിഞ്ഞിട്ടുള്ള പല ആളുകളിലും ഇമോഷണൽ റെസ്പോൺസ് വെർ ലെസ്, പക്ഷേ അവരുടെ ഫിസിക്കൽ സിംറ്റംസ് അവർക്കുണ്ടായ ഇതെല്ലാം ഭയങ്കര കൂടുതലാണ്. അപ്പൊ അത് ബോഡി കാണിച്ചു തുടങ്ങും. അവരത് ചിലപ്പോൾ അവർ സപ്രസ് ചെയ്തിരിക്കുന്ന ഫീലിങ്സ് ആകാം. ഇതൊക്കെ ഈ മറ്റു പെയിനുകളായിട്ട് എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ എത്ര നാൾ കൊണ്ടിട്ട് ഈ ട്രോമ പുറത്തു വരും എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ 15 മേലുള്ള കുട്ടികളുടെ പലരുടെ അതിജീവനത്തിൻ്റെ കഥകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്നു അവരാണ് കൂടെ ഉണ്ടായിരുന്ന ഒരാളെ രക്ഷിച്ച് കൈക്ക് പിടിച്ച് നിർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ സ്റ്റോറീസ് വരുന്നുണ്ട്. അപ്പം പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഓ എത്ര മിടുക്കനാണ് ഈ കുട്ടി, എത്ര സുന്ദരമായിട്ട് സംസാരിക്കുന്നു, ഇത്ര മിടുക്കിയായിട്ട് സംസാരിക്കുന്നു. ഇതൊരു പക്ഷേ ഈ കുട്ടികൾ എടുക്കുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ആണോ, അതോ ഇത്തരത്തിലൊരു വലിയ ആഘാതത്തെ നേരിടേണ്ടി വന്നതുകൊണ്ട് ഈ കുട്ടി ഒരു മെച്യൂർഡായി മാറി, അല്ലെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്നൊരു പക്വത വന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ? അവരൊരു മെച്യൂർഡ് ആയതുകൊണ്ടിട്ടല്ല, കുട്ടികൾ ആക്ച്വലി നമ്മളെക്കാളൊക്കെ സ്മാർട്ടാണ്. ഓക്കെ, അവരുടെ സാഹചര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വലിയ ഡയറക്ഷൻസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ദേ ആക്ട് സ്പോണ്ടേനിയസ്ലി. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. കുട്ടികൾക്ക് ലോസ് അല്ലെങ്കിൽ ഡെത്ത്
ഇതൊക്കെ അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളുടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡെപ്തൊക്കെ ചിലപ്പോൾ ഒരാൾക്കാർ ഉൾക്കൊള്ളുന്നത് പോലെ അവർക്ക് ഉൾക്കൊള്ളണം എന്നില്ല. ടു ബി ഫ്രാങ്ക്, ഒരു നല്ലൊരു മൂവി, ഒരു നല്ലൊരു അവാർഡ് മൂവിന്ന് എടുക്കാം, ഓക്കെ, ഭയങ്കര കഴമ്പുള്ളൊരു മൂവി, നമ്മളത് ഗ്രഹിക്കുന്നതും കുട്ടികൾ ഗ്രഹിക്കുന്നതും തമ്മിൽ എത്ര നല്ലതാണെങ്കിലും രണ്ടും രണ്ട് രീതിയിലല്ലേ. അപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ തോന്നുമായിരിക്കാം കുട്ടി കരഞ്ഞു തീർത്തു അതുകൊണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യാൻ പറ്റുന്നത്. അത്രയും ഗ്രാഹ്യം ആ കുട്ടിക്ക് ഉള്ളൂ. ഇപ്പോൾ ദർ വാസ് എ സ്റ്റഡി, ഇഫ് ഐ എം നോട്ട് റോങ്, 2004 ഇതുപോലെ പകച്ചു നിന്നൊരു സംഭവമാണ് സുനാമി. ഓക്കെ, അന്ന് ഒരു പബ്ലിഷ്ഡ് ഇൻ ജേർണൽ ഓഫ് ട്രോമാറ്റിക് സ്ട്രെസ്. ഓക്കെ, അവിടെ അവർ പറഞ്ഞിരിക്കുന്ന ഇതാണ്, സർവൈവൽ സിൻഡ്രോം ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഓഫ് ഈ സുനാമിക്ക് സഫർ ചെയ്ത ആളുകൾക്ക് കുറിച്ചിട്ട് അവർ പറഞ്ഞത്. നാച്ചുറലി ഒരുപാട് സിറ്റുവേഷൻസ് റിപ്പീറ്റേറ്റീവായിട്ട് അല്ലെങ്കിൽ അടിക്കടിക്ക് ഇത്തരം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ അതിജീവിച്ചു വരുന്ന വ്യക്തികളിൽ കണ്ടുവരുന്ന ഒരു മാനസിക അവസ്ഥയാണ് സർവൈവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. സർവൈവൽ ഗിൽട്ടും സർവൈവൽ സിൻഡ്രോം രണ്ടും രണ്ടാണ്. സർവൈവൽ സിൻഡ്രോം ഇറ്റ് ഇസ് എ ബ്രോഡർ കണ്ടീഷൻ. അവിടെ യെസ്, there is a guilt, survival guilt ഉണ്ടാവും, but it's beyond that. അവിടെ there are persistent സർവൈവൽ ഗിൽട്ട് ഉണ്ടാവും, കുറ്റബോധം ഉണ്ടാവും, ലോങ് ടേം ആയിരിക്കാം, അത് കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിരിക്കാം. മാത്രമല്ല ഈ സ്റ്റഡീസിൽ പറഞ്ഞൊരു കാര്യമാണ്, ദേ ഹാവ് ദ ഡിഫിക്കൽട്ടി ഇൻ മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റുമ്പോൾ, നമ്മളിത് പറഞ്ഞു ക്ലോഷറൊന്നും വെച്ചിട്ടല്ലല്ലോ എല്ലാവരും പോയത്, ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ കിടന്ന ആളുകളൊന്നും ഇല്ല. ഓക്കെ, ദേ ഗെറ്റ് ഇപ്പം മരണപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അസുഖം വന്നൊരാൾ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ നമുക്കതിന് കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടും അല്ലേ. മനുഷ്യൻ എവിടെയെങ്കിലൊക്കെ ഒന്ന് ആ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമാകാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ ഇതിന് അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ദേ ഹാവ് ഡിഫിക്കൽട്ടി ഇൻ മെയിൻറ്റെയിനിങ് കണക്ടിങ് വിത്ത് പീപ്പിൾ. ഓക്കെ, അപ്പോൾ അവർ ഐസൊലേറ്റ് ആവാനായിട്ട് സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം അവസ്ഥകളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വാട്ട് ഐ വോണ്ട് ടു സേ ഇസ്, ഇത്തരം സിറ്റുവേഷൻസ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അടിക്കടി എക്സ്പോസ്ഡ് ആകുമ്പോൾ, അത് കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും അവരുടെ മാനസികാരോഗ്യം നമ്മൾ കരുതുന്നതിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കാം. അവരുടെ മാനസിക ക്ലേശങ്ങൾ അവരെ എഫക്റ്റ് ചെയ്യുന്നത്, ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ്, അതും ഡീപ്പ് ലെവലിലാണ്. പല ബൈറ്റും കാണുമ്പോൾ ഇപ്പം അവിടുത്തെ ആളുകൾ സംസാരിക്കുമ്പോൾ അവരവരുടെ സ്റ്റോറീസ് അങ്ങ് പറയുവാണ്. അവർ കരയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു സങ്കടം എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഷോയിങ് ദെയർ നംനെസ്, ദേ ആർ ഫ്രോസൺ. ഓക്കെ, അവർക്കറിയില്ല, അവർക്ക് ഇനി ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴേ ഈ സ്റ്റേജിലേക്ക് വരുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഡിനയൽ സ്റ്റേജ് ആണ്. അവർക്കറിയാം അവരുടെ ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നറിയാം. ഓക്കെ, ബട്ട് ദേ കാൺ ഡു എനിത്തിങ്. ഇവർക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആളുകളുടെ കൂടെയാണ് ഇപ്പൊ ഇവർ വന്ന് താമസിക്കുന്നതും നിൽക്കുന്നതും. ഓക്കെ, ആൻഡ് കുറേ മീഡിയാസ് ചെല്ലുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, സോഷ്യൽ മീഡിയയിൽ അത് വേറെ വാർത്തകളായിട്ട് വരുന്നു. But they are frozen and they are not dealing with, they are not connecting with the true emotions. They are not connecting with the true reality. അപ്പോൾ അവർ അത്തരം ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അവരുടെ പുനരധിവാസ പാക്കേജുകളൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഇടമായിരിക്കില്ല, അവർ ഇത്രയും കാലം താമസിച്ച, കണ്ട് വളർന്ന് പരിശീലിച്ച ആ ഒരു സ്ഥലമേ ആയിരിക്കില്ല. ചിലപ്പോൾ പുതിയ സ്ഥലത്തേക്ക് അവർ മാറേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു മനസ്സ് ഈ ഒരു പുതിയൊരു സ്ഥലമായിട്ട് അഡാപ്റ്റീവ് ആവുന്നത്? ഇങ്ങനെ അഡാപ്റ്റീവ് ആവാൻ ശ്രമിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അവരുടെ ഒരു മൊത്തം കാര്യങ്ങൾ ഒന്ന് തകിടം മറിയാനായിട്ടൊക്കെ ഇടയില്ലേ? ശ്രുതി, ഇപ്പോൾ അവർക്ക് ചോയ്സ് ഇല്ല. ഈ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചോയ്സ് ഉണ്ടാവണം. ദേ ഡോണ്ട് ഹാവ് ചോയ്സ്. ഇതിപ്പോൾ അവർക്ക് അമീബയുടെ അവസ്ഥയാണ്. എന്താ അമീബയുടെ എവിടെ കൊണ്ടിട്ടാലും ദി ഹാവ് ടു ഗെറ്റ് അഡ്ജസ്റ്റ് ടു ദാറ്റ് ഷേപ്പ് അല്ലേ. അപ്പോൾ ഇവർക്കിപ്പോൾ ഒരു അഡാപ്റ്റേഷൻ്റെ ഒരു അവസ്ഥയൊന്നും ഇല്ല. ദ സിറ്റുവേഷൻ ഇസ് ഫോഴ്സിങ് ദം ടു അക്സെപ്റ്റ് വാട്ട് ദേ ഗെറ്റ് എന്നുള്ളതാണ്.
ആൻഡ് അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ആളുകളെ അവിടുത്തെ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, വീടുകളിലേക്ക് താമസം മാറുന്നു, പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു. കുട്ടികൾ വന്നിട്ട് നേരത്തെ ശ്രുതി പറഞ്ഞതുപോലെ എനിക്ക് മറ്റുള്ളവർ എൻ്റെ ഇമോഷൻസൊക്കെ ഇതായി, ഞാൻ കരഞ്ഞു തീർത്തു, ഞാനത് ചെയ്തു. ദി ആർ ജസ്റ്റ് അഡാപ്റ്റിങ്. അത് അഡാപ്റ്റേഷൻ ആണോ, അതൊരു കോപ്പിംഗ് മെക്കാനിസം ആണോ, അതൊരു ഡിനയലിലൂടെ നമുക്കത് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ട് അവരതൊരു ഫോറിൻ ഇമോഷൻസ് കാണിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല. ദേ ആർ ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. നമ്മളും അങ്ങനെ തന്നെയല്ലേ? നമ്മൾക്കും അറിയാത്ത ഒരു കാര്യം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് പകച്ചു നിന്ന് പോകുമ്പോൾ, പിന്നെ വി ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ അല്ലേ? ദാറ്റ്സ് വാട്ട് ദേ ഡു. ചുറ്റും വെള്ളമാണ്, ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. കാരണം അതിൻ്റെ അത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഓണർ, ആ വീടിൻ്റെ ഓണർ, അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട്, സാർ ആദ്യത്തെ ഉരുൾപൊട്ടുന്ന സമയത്ത് എൻ്റെ ഭാര്യ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇല്ലാന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തു? ഉടനെ തന്നെ നമ്മുടെ ലാഡർ വെച്ചിട്ടുണ്ട്. ലാഡർ എടുത്തിട്ട് അവിടെ ആ വെള്ളത്തിൻ്റെ മുകളിൽ ഞങ്ങൾ വെച്ചു. എന്നിട്ട് ജീവനക്കാർ 2 ഭാഗത്തോട്ട് നിന്ന് ആൾക്കാർ 12 പേരെ രക്ഷിച്ചുകൊണ്ട് വന്നത്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ടല്ലേ. അവർ പല സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പല ജില്ലകളിൽ നിന്ന് വന്നവർ ഒക്കെയുണ്ട്. അപ്പോൾ അവരൊക്കെ കയ്യിലെടുത്തിരിക്കുന്നത് പലരും ശരീരഭാഗങ്ങളാണ്. ഇപ്പം ഗർഭപാത്രം കിട്ടിയ ഒരു ഇൻസിഡൻ്റ് എല്ലാം നമ്മൾ കണ്ടതാണ്. ഇവർക്ക് നമുക്ക് പറയാൻ കഴിയുമോ ഇവർക്കും അതൊരു മെൻ്റലി അവർക്കൊരു ആഘാതമായിട്ടുണ്ടെന്ന്? ഇതൊരു വലിയൊരു സംഭവമാണ്. അപ്പം അത് കാണാനും കേൾക്കാനും അറിയാനും തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യങ്ങൾ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെ എഫക്റ്റ് ചെയ്യും അല്ലേ? നമ്മളൊരു നല്ലൊരു സാഡ് മൂവിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് മണിക്കൂറത്തേക്ക് നമ്മളത് ഡിസ്റ്റർബ്ഡ് ആക്കില്ലേ? അപ്പോൾ ഫിസിക്കലി ഇൻവോൾവായി ഇത്തരം മരണങ്ങളും ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ, നേരിടുമ്പോൾ, ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എഫക്ട് ദം. പക്ഷേ കുറച്ചും കൂടി റെസിലിയൻസ് പവറുള്ള ആൾക്കാർ അതിനെ ഒരു ബൗണ്ടറി ആയിട്ട് സെറ്റ് ചെയ്തൊരു ആളുകൾക്ക് കുറച്ചും കൂടി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ബട്ട് ഓൺ അതർ ഹാൻഡ് ദർ ആർ പീപ്പിൾ, അവർക്ക് ഫ്ലാഷ് ബാക്സ് ഉണ്ടാകുന്ന, നൈറ്റ് മെയ്സ് ഉണ്ടാകുന്ന ആളുകളുണ്ട്. നമുക്കിപ്പോൾ ഈ ആർമിയിൽ നിന്നുള്ള കുറച്ച് ക്ലയൻസും ചില ഇങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ചില ക്ലയൻസിൻ്റെ ഒക്കെ ഇൻസിഡൻസ് പറയാറുണ്ട്. ചിലവരവർ ഫ്ലാഷ് ബാക്ക് പോലെ അവർക്ക് ചില ഇൻസിഡൻസ് മനസ്സിലുള്ള കാര്യങ്ങൾ, ചില ഡോക്ടേഴ്സ് ചില ഓപ്പറേഷൻസ്, ഓക്കെ, ചില ഓങ്കോളജിസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ചില ഡോക്ടേഴ്സ്, ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവരുടെ ക്യാൻസർ വന്നു പോയി അത് ചെയ്യും. പക്ഷേ ആ ഫാമിലി ട്രോമ, ചിലപ്പോൾ അവർ കരച്ചിലും ബഹളവും, പിന്നെ ആ ഫാമിലിയുടെ എൻ്റയർ സൈക്കിൾ നശിച്ചതും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിനെ ബാധിച്ച അതൊരു വിഷമമാകുന്ന ഒരു കാര്യമുണ്ട്. അത് വന്നു പോയി കഴിയുമ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് അവരുടെ ട്രോമയെ ട്രിഗർ ചെയ്യും. ദേ കം വിത്ത് ദെയർ ഓൺ ട്രോമ, ഓക്കെ. പക്ഷെ നമ്മൾ എവിടെ ട്രിഗർ ചോദിച്ചാൽ ഇതായിരിക്കാം. സോ ഈ ചോദിച്ചൊരു കാര്യം ഇതിലേക്കൊക്കെയാണ് എക്സ്റ്റൻഷൻ പോവാന്ന് ചോദിച്ചാൽ വി ഡോണ്ട് നോ. ബട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ടൈം വി നീഡ് വോളണ്ടിയേഴ്സ്. I would suggest, just a suggestion, അങ്ങനെ ഒരു വോളണ്ടിയറിങ് പ്രോസസ്സിലൂടെ പോകുന്നവർ അതിന് മുമ്പും അതിന് പിൻപും അവരുടെ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടിന് വേണ്ടിയിട്ടോ ഒരു ഹെൽത്ത് സപ്പോർട്ടിന് വേണ്ടിയിട്ടും അവർക്ക് നമുക്കൊരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇൻ്റർവെൻഷനോ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മരവിച്ചുള്ള നടപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇനി അതാണ്. എല്ലാവരും ചുറ്റിനും തോളത്ത് കൈയിടാനും ഒക്കെ ആളുകളുണ്ട്. ഇപ്പോൾ കഴിയുമ്പോൾ അതൊക്കെ പോകും. ഒരാളെപ്പോലും നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റില്ല. എന്തെങ്കിലും നഷ്ടപ്പെടാത്ത ഒരാൾ പോലും. അത്രയും വലിയ ക്രൗഡ് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അത്രമാത്രം ഇഴയടപ്പെട്ടായിരുന്ന ആൾക്കാരാണ് എന്ത് കാര്യത്തിനാണ്.
എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വാക്ക് കൊടുത്തിരുന്ന, ചിലപ്പോൾ അങ്ങനെ കഴിഞ്ഞിരുന്ന ആളുകളൊക്കെ ആവാം പെട്ടെന്ന് അവർക്കൊന്നും പരസ്പരം പറയാൻ കഴിയാതെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിലും പറഞ്ഞു തീർക്കാനായിട്ട് അവരല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആ സമയത്ത് ഉണ്ടാവാം അല്ലേ. പക്ഷേ ഇവിടെ ഒരു കൂട്ടം മനുഷ്യർക്ക് ഇതെന്താണെന്ന് പരാതിപ്പെടാൻ പോലും മനുഷ്യന്മാരില്ലാതെയായിരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും വേദനയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ ഒറ്റപ്പെടുക എന്നുള്ളത്. ഓക്കെ, ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അത് നമ്മുടെ ഒരു മെൻ്റൽ പീസിന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നതാണ് ആ ഒരു അവസ്ഥ. പക്ഷെ ഒറ്റപ്പെട്ടു പോവുക, തനിച്ചായി പോവുക, ഐ ഡോണ്ട് ഹാവ് എനി വൺ എന്ന് തോന്നുന്ന ഒരു ഡീപ്പ് വൂണ്ടഡ് പെയിൻ. എനിക്ക് പേഴ്സണലി എൻ്റെ ക്ലയൻസ് എത്രയൊക്കെ വലിയ ഇഷ്യൂസ് പറഞ്ഞാലും ദ മൊമെൻറ്റ് എനിക്ക് ഈ ഒരു കാര്യം വരുമ്പോൾ ഐ ഓൾവേസ് ഫീൽ ലൈക്ക് ഓ മൈ ഗോഡ്, ഓ മൈ ഡേയ്സ്, അത്രയും ഒരു ഡീപ്പ്, ബിക്കോസ് ഇറ്റ്സ് വെരി പെയിൻഫുൾ. ഒരാളും ഇല്ല, നമ്മൾ ഒറ്റയ്ക്കായി, അല്ലെങ്കിൽ എനിക്കാരും ഇല്ല എന്നുള്ളത്, ആ ഒരു പെയിനെ പ്രോസസ്സ് ചെയ്യുക, അതിൽ നിന്ന് ഒരു പ്രത്യാശയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരിക, അവനൊരു ഹോപ്പ് കാണിച്ചു കൊടുക്കുക. ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അവനത് റിയലൈസ് ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ എത്ര പേരുണ്ട്, നിനക്ക് നാളെ കല്യാണം കഴിക്കാം, നിനക്ക് ഇന്ന റിലേറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിനക്ക് ടീച്ചറുണ്ട്, അനിയനുണ്ട്, അത് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ആരൊക്കെ ഉണ്ടായിട്ട്, ഇപ്പോൾ ചില വീടുകളിൽ എല്ലാവരും ഉണ്ടാകും, അപ്പൻ, അമ്മ, നമ്മുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ്, കുട്ടികൾ എല്ലാവരും ഉണ്ടാകും. ബട്ട് സ്റ്റിൽ ദേ ഫീൽ ലോൺലി. Okay, they feel inside they're lonely. That's the most difficult pain. Yes. It's a very painful process. അത് വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പറ്റാത്തതിനേക്കാളും വലിയൊരു പെയിനാണ്. ഇവർക്ക് ഇതിൽ നിന്നുള്ളൊരു റിക്കവറി വരണമെങ്കിൽ നമ്മൾ എത്ര നാൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ്, അതിന് നമുക്കൊരു നിശ്ചിത പരിധി എന്ന് പറയാൻ പറ്റും, ഒരു കാലം, ഇത്ര കാലം കൊണ്ട് ഓക്കെ ആകും, അല്ലെങ്കിൽ ഇതിപ്പോൾ പല ഏജിലുള്ളവരാണല്ലോ ഇത് ബാധിക്കപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാലപരിധി വെക്കാൻ പറ്റുമോ ഈ വിഷയത്തിൽ? ശ്രുതി, എങ്ങനെയാണ് നമുക്കൊരു കാലപരിധി ഇതിന് വെക്കാൻ പറ്റുക? ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു, 1 വയസ്സുള്ള കുട്ടിക്കും 5 വയസ്സുള്ള കുട്ടിക്കും 10 വയസ്സുള്ള കുട്ടിക്കും 15 വയസ്സുള്ള ആൾക്കും 20 വയസ്സുള്ളവർക്കും 25, 30, 35, 40, 45 ഓരോ ആളുകൾക്കും, ഓരോ ഏജ് ഗ്രൂപ്പ് ആളുകൾക്കും ഇത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ്. അത് അവർ പോലും റിയലൈസ് ചെയ്തിട്ടില്ല. ഇന്ന് എല്ലാവരും വേറെ പല കാര്യങ്ങൾക്കും റഷിലാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഇവർ റിയലൈസ് ചെയ്ത് ഇതെൻ്റെ ഒരു പ്രോബ്ലമാണെന്ന് തിരിച്ചറിഞ്ഞ് അതൊക്കെ അഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ പലവരുടെയും ട്രോമ ചിലവർ 1 മാസം കൊണ്ട് മാറുമായിരിക്കാം, ചിലവർ 2 മാസം, ചിലവർ 3 months ഒക്കെ എടുക്കുമായിരിക്കും, ചിലപ്പോൾ ഇയേഴ്സ് എടുക്കുമായിരിക്കാം. ബട്ട് വാട്ട് ഐ വോണ്ട് ടു സേ ഇസ്, ഇത്തരം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ടീം ഉണ്ടാവുകയും അതിന് ഒരു 3 to 6 months മിനിമം ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇൻ്റർവെൻഷനോ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കൊരു പരിധി വരെ ഇതൊരു വലിയ എക്സ്റ്റെൻറ്റ് ലെവലിലേക്ക് പോവാതെ ഒന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നോട് ശ്രുതി ചോദിച്ചില്ലായിരുന്നോ എന്താണ് നമുക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചില്ലേ. സോ ആദ്യം നമ്മൾ നോക്കുന്നത് അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ പ്രകാരം ഒരു നോർമൽ ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് PFA എന്ന് പറയും. അതിനും ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. ആദ്യം ലിസണിങ് ടു ദം എംപത്തറ്റിക്കലി. അപ്പം നമുക്കൊരു അവരുടെ ഒരു ഡീപ്പ് ഇമോഷൻസിനെ ഡെവലപ്പ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല, ബട്ട് ജസ്റ്റ് ലിസൺ ടു ദം എന്നുള്ളതാണ്. ട്രോമ ഇൻഫോംഡ് തെറപ്പി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അവരുടെ ട്രോമ എക്സ്പീരിയൻസസ് റീഫ്രെയിം ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണത്. അതുകൂടാതെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ടുള്ളത്, റെസിലിയൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള ഇത്തരം കൺവെൻഷണൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസൊക്കെ നമുക്ക് ആദ്യ സൂപ്പർഫിഷ്യൽ ലെയറിൽ നമുക്ക് കൊടുക്കാം. വൈ ഐ സെഡ് സൂപ്പർഫിഷ്യൽ ലെയർ, these are the method. All conventional psychological intervention methods are effective. Okay. But
personally I don't feel it might not fully helpful to address the deep rooted trauma. അപ്പോൾ ഇത്തരം ട്രോമാസിനെ ഡീപ്പ് ലെവലിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ വി മേ ഹാവ് ടു ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ ഒരു അതർ മൊഡാലിറ്റീസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇൻറ്റൻസ് ആയിട്ടുള്ള മൊഡാലിറ്റീസ് ഒരു എന്താ പറയുക, ഒരു മടിയും കൂടാതെ ഒരു ജാടയും കൂടാതെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് എല്ലാ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ദർ ആർ സം ഫ്യൂ എക്സാമ്പിൾ ഐ ക്യാൻ ഗിവ്. സൊമാറ്റിക് എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ പീറ്റർ ലിവിസ്, പുള്ളി ബോഡിയിൽ ഇത്തരം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ബോഡി റിമെമ്പേഴ്സ് ദ ട്രോമാസ്. അപ്പോൾ അത് റിലീസ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സാണ് സൊമാറ്റിക് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. നരേറ്റീവ് എക്സ്പോഷ്യർ തെറപ്പി ഉണ്ട്. അതായത് ഇത്രയും നടന്ന ഈ ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒക്കെ അവർ വിഷ്വലൈസ് ചെയ്തിട്ട് ദേ എക്സ്പ്രസ് ഇറ്റ് ലൗഡ്ലി, ദെൻ ദേ പ്രോസസ് ദീസ് കൈൻഡ് ഓഫ് ഇമോഷൻസ് ബിക്കോസ് ഇറ്റ് ഇസ് വെരി സിവിയർ ആൻഡ് ഇൻറ്റൻസ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ PTSDയിലൊക്കെ വെരി ഇൻട്രൂസീവ് മെമ്മറീസ് ഉണ്ടാകും, ഫ്ലാഷ് ബാക്സ് ഉണ്ടാകും. ഇത് ഈ ഇതിലൂടെ പോവാം. ദർ ഈസ് സംതിങ് കോൾഡ് ഇൻറ്റേർണൽ ഫാമിലി സിസ്റ്റംസ്, IFS എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ നമ്മുടെ മൈൻഡിൽ തന്നെ പല മൾട്ടിപ്പിൾ ഒരു പാർട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മൈൻഡിൽ തന്നെ നമ്മൾ ചില ഭാഗങ്ങൾ നമ്മൾ ഗ്രാസ്പ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഈ ഒരു സൈക്കോതെറപ്പി പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ എവിടെയാണോ നമ്മുടെ ആ ഒരു ട്രോമ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. Then there are so many EMDR, eye desensitization, eye movement technique ഉണ്ട്, റിഗ്രഷൻ ഇതുണ്ട്. EMDR എന്നുള്ളതാണ്. ഇതൊരു ട്രോമ റെസ്പോൺസസും ട്രോമ സ്ട്രെസ്സൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നൊരു മൊഡാലിറ്റിയാണ്. അനദർ തിങ് ഇസ് ദർ ആർ മെനി മൊഡാലിറ്റീസ്. ഇപ്പോൾ എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് എനിക്കിഷ്ടമുള്ളൊരു മൊഡാലിറ്റിയാണ് ഫാമിലി കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അത് ഫാമിലിയിൽ ഈച്ച് മെമ്പേഴ്സിന്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും നമ്മളെ വിട്ടുപോയതൊന്നും പറഞ്ഞിട്ടോ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ടോ ഒന്നുമല്ല. നാളെ നമുക്ക് ഇന്നെല്ലാ കാര്യങ്ങളും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നാളെ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച് നമ്മുടെ കൂടെ നിന്ന ആളുകളാണ് ഒറ്റ നിമിഷം കൊണ്ടിട്ട് ഇല്ലാണ്ടായത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലോഷർ കിട്ടേണ്ടതുണ്ട്. അപ്പം അതിന് നമുക്ക് ഈ ഫാമിലി കോൺസ്റ്റലേഷൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടും ആൻസിസ്റ്റേഴ്സിനോടും ഒരുപാട് ട്രോമ റിലീസ് ചെയ്യാവുന്ന ഒരു മൊഡാലിറ്റിയാണത്. പക്ഷേ ഇത്തരം മൊഡാലിറ്റീസൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിട്ട് നമ്മളൊരു ഡീപ്പ് ലെവലിൽ പോയി ആളുകളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്കൊക്കെ ഒരു ട്രോമ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഇത്തരം ഒരു ആഘാതപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഓവർകം ചെയ്തു വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ബട്ട് ഇപ്പം ഞാനീ പറഞ്ഞ കുറച്ച് മൊഡാലിറ്റീസൊക്കെ സൈക്കോതെറപ്പീസും എല്ലാം എംപിരിറ്റിക്കൽ എവിഡൻസ് കുറവായതുകൊണ്ടിട്ടും കുറേ ഓപ്പൺ മൈൻഡ് അല്ലാത്തത് കൊണ്ടിട്ടും എല്ലാത്തിനെയും കുറച്ച് കൺവെൻഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഒക്കെ പുറത്തേക്ക് വരാത്ത കുറേ നല്ല കാര്യങ്ങളുമുണ്ട്. കൺവെൻഷണൽ സൈക്കോതെറപ്പീസ് ആർ റിയലി ഗുഡ്. ഓക്കെ, ദേ ആർ ഹൈലി എഫക്റ്റീവ്. പക്ഷേ അതൊരു ലെയറിൽ മാത്രമാണ് ചില കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. ഡീപ്പ് ലെവലിൽ പോകുമ്പോൾ വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് അതർ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഫോർ ദ ഹോളിസ്റ്റിക് വെൽബീയിങ്. ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെ അറ്റ്ലീസ്റ്റ് അവരുടെ മനസ്സിലെ കൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ അതിനേക്കാളും ഏറെ ഡെപ്ത് ഉള്ളതായിരിക്കാം. പക്ഷേ അത് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളത് ഇപ്പോൾ പുറമേ നിന്ന് കാണുന്ന എല്ലാവരുടെയും ഒരു ചുമതലയാണ്, ഉത്തരവാദിത്തമാണ് അല്ലേ? അപ്പോൾ ആ ഒരു മാനസിക നിലയിലെ ആ ഒരു വളർച്ചയിലേക്ക് ചുറ്റുമുള്ള ആളുകൾ കൂടി എത്തേണ്ടതുണ്ട്. നമ്മുടെ ഓഡിയൻസിനോട് റോസ്മെരിക്ക് എന്താണ് പറയാനുള്ളത്? ശ്രുതി, ഇഫ് ഐ മീറ്റ് എ പേഴ്സൺ, എൻ്റെ മുമ്പിൽ വയനാട്ടിൽ വിഷമിച്ച അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി, ഇതുപോലത്തെ ഒരു പ്രകൃതി ദുരന്തം എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തി വരികയാണെങ്കിൽ I'll be with that person. I will not be talking much. I'll just listen to them. Maybe it might take so much, കുറേ സമയം എടുക്കുമായിരിക്കാം.
or I'll be very silent. Maybe നിശബ്ദതയിൽ, സൈലൻസിൽ ഒരുപാട് പ്രോസസ്സ് നടക്കും. ഓക്കെ. They can connect with their emotions. They can connect with their അവരുടെ സെൽഫിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. They can focus on themselves. ഇപ്പോൾ ശ്രുതി ചോദിച്ചില്ലേ സാധാരണക്കാർക്ക് എന്താണ് അവരെ കാണുമ്പോൾ പറയേണ്ടതെന്ന്? ഒന്നും പറയണ്ട. ലിസൺ ടു ദം കെയർഫുള്ളി. ലിസൺ ടു ദം എംപത്തറ്റിക്കലി. ഒരു കാര്യം ചോദിക്കാതെ പറയാതെ ലിസൺ ടു ദം ഓർ ആസ്ക് ദം. ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നാണ്. വാട്ട് ആർ യു? ചിലപ്പോൾ ദേ ജസ്റ്റ് നീഡ് ജസ്റ്റ് എ ടച്ച്. Okay, maybe just a hug. They will tell you what they want. Okay. They will ask you what they want. And if it is right for them, try to help them. Okay. That's all we can do. Yeah, okay. താങ്ക് യു റോസ്മേരി. റോസ്മേരിയുടെ ഇത്രയും ടൈം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന്, ഇത്രയും കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചതിന്, പങ്കുവച്ചതിന് താങ്ക് യു സോ മച്ച്. And നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Yeah. നല്ലത് സംഭവിക്കട്ടെ. Yeah. Okay. Thank you so much. Thank you. Thank you. Bye.